ചെമ്പനീർ പൂവിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സച്ചിയോടും രേവതിയോടും വീട് വിട്ടിറങ്ങി പോകാൻ പറയാട്ടോ ചന്ദ്രമതി. ആ സമയത്ത് സച്ചി പറയുന്നത് അച്ഛാ നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ സച്ചി ഏതായാലും രവീന്ദ്രനെ കൂട്ടിക്കൊണ്ടായിരിക്കും പടി ഇറങ്ങി പോകാൻ നോക്കുന്നത്. അന്നേരം ചന്ദ്രമതി തടഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് അച്ഛനെ കൂട്ടിക്കൊണ്ട് പോകുന്നത്? അന്നേരം സച്ചി പറയുന്നത്, പിന്നല്ലാതെ എൻ്റെ അച്ഛനെ ഞാൻ ഏതായാലും ഇവിടെ ഒറ്റക്കിട്ടിട്ടൊന്നും പോവില്ല. ഞാൻ എവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനെ കൂട്ടിയിട്ടേ പോകത്തുള്ളൂ എന്ന് പറയും. വാ അച്ഛാ നമുക്ക് പോവാം. ഇതിപ്പോൾ ജീവപര്യന്തമാണെങ്കിൽ പോലും 20 വർഷമേ കാലാവധിയുള്ളൂ. ഇതിപ്പോൾ 30 വർഷമായില്ലേ, എന്നിട്ട് പോലും എൻ്റെ അച്ഛന് യാതൊരു സ്വാതന്ത്ര്യമില്ലല്ലോ. വാ അച്ഛാ നമുക്ക് പുറത്ത് പോയിട്ട് നല്ല ഹാപ്പി ആയിട്ട് എന്നെ സന്തോഷിച്ച് ജീവിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സച്ചി രവീന്ദ്രനെ കൂട്ടിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാൻ നോക്കുകയാണ്. അന്നേരം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എടാ നീ എന്താണ് ഇങ്ങനെ പൊട്ടനെ പോലെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് സച്ചി പറയുന്നത്, അച്ഛൻ സന്തോഷിച്ച് ജീവിക്കുന്നതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഏതായാലും സച്ചിയുടെ കൂടെ രവീന്ദ്രൻ ഇങ്ങനെ പോകാൻ തുടങ്ങുന്ന സമയത്തിന് ചന്ദ്രമതിക്ക് അങ്ങ് വല്ലാതെ ഷോക്കായിരിക്കട്ടെ. ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ഇങ്ങോട്ടേക്കായി പോകുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് രവീന്ദ്രൻ പറഞ്ഞിട്ട്, അതെ എൻ്റെ മോൻ വിളിച്ചാൽ ഞാൻ പോവും. നീ എപ്പോഴും പറയാനുള്ളത് എൻ്റെ മോനാണ് സച്ചി, എൻ്റെ മോന് എന്നല്ലേ? നീ ഇന്നേ വരെ ഒരിക്കലും അവനെ മോനായിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ട് എൻ്റെ മോൻ വിളിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പോകുമെന്ന് പറഞ്ഞ് നിൽക്കാരിക്കോട്ടെ രവീന്ദ്രൻ. അന്നേരം ചന്ദ്രമതി പറയുന്നത്, നിങ്ങൾ പോയിക്കോ, അല്ലെങ്കിലും ഇവനെ വിശ്വസിച്ചിട്ട് ആരെങ്കിലും ഇവൻ്റെ കൂടെ പോകുമെന്ന് ചോദിക്കുന്ന സമയത്തിന് രവീന്ദ്രൻ പറയുന്നത്, അതെ ഞാൻ പോവും, ഇവൻ എൻ്റെ മോന്, അതുകൊണ്ട് തന്നെ ഇവൻ എന്നെ പൊന്നു പോലെ നോക്കുമെന്ന് എനിക്കറിയാം. ഞാൻ ഏതായാലും എൻ്റെ മോൻ്റെ കൂടെ എവിടെ നിന്ന് പോവാൻ നോക്കണേ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ പോകാൻ തുടങ്ങുന്ന സമയത്തിന് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കുകയാണോ എന്ന് ചോദിക്കും. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞിട്ട്, അല്ല ഒരിക്കലും ഞാൻ നിന്നെ ഭീഷണിപ്പെടുത്തുന്നതല്ല. മക്കളെല്ലാവരും ഒരേപോലെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് യഥാർത്ഥ അമ്മമാർ. പക്ഷേ നീ ഒരിക്കലും 3 മക്കളെയും ഒരുപോലെ കണ്ടിട്ടില്ല. നീ സച്ചിയോട് മാത്രം ഇവിടെ നിന്നും പുറത്തു പോകാൻ വേണ്ടി പറയാണ്. ചന്ദ്രമതി പറയുന്നത്, എല്ലാ വീട്ടിലും മക്കൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്, എന്നാൽ നമ്മുടെ ശ്രീകാന്ത് ഇവിടെ ഇല്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്തിന് രവീന്ദ്രൻ പറയുന്നത്, എൻ്റെ മകൻ ശ്രീകാന്തിനെ പറ്റിയിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അവനൊരിക്കലും നമ്മളില്ലാതെ പറ്റില്ല, അതുകൊണ്ട് എൻ്റെ മോൻ ഏതായാലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമെന്നൊക്കെ പറയാണ്. എന്നിട്ട് രേവതിയോട് പറയുന്നത്, രേവതി നീ വാ നമുക്ക് ഇവിടെ നിന്ന് പോവാമെന്ന് പറയുന്ന സമയത്തിന് ചന്ദ്രമതി പറയുന്നത്, നിങ്ങൾ എന്താണ് ഈ വിളിച്ചു പറയുന്നതെന്ന് ചോദിക്കും. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞത്, സച്ചി ഇല്ലാത്ത വീട്ടിലേതാ നിൽക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല, അതുകൊണ്ട് ഞാൻ എവിടെ നിന്ന് പോകണോ വേണ്ടോ എന്ന് നീ തന്നെ തീരുമാനിക്കുക എന്ന് പറയട്ടെ ചന്ദ്രമതിയോട്. അന്നേരം ചന്ദ്രമതിക്ക് വല്ലാത്ത അങ്ങ് ദേഷ്യം വരട്ടോ. എന്ത് മറുപടി പറയണമെന്നറിയില്ല. സച്ചി ഇവിടെ നിന്ന് വീട് വിട്ട് ഇറങ്ങി പോകണമെന്നെ ചന്ദ്രക്ക്. എന്നാൽ രവീന്ദ്രൻ കൂടെ പോകുന്നത് ഒട്ടും തന്നെ ചന്ദ്രമതിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ചന്ദ്രമതി പറയുന്നത്, അല്ലെങ്കിലും ഈ വീട്ടിൽ എൻ്റെ വാക്കിന് യാതൊരു വിലയും തരുന്നില്ലല്ലോ, എൻ്റെ വാക്ക് കേൾക്കാനും അനുസരിക്കാനും ഇവിടെ ആരുമില്ലല്ലോ, നിങ്ങൾ എന്താന്ന് വെച്ച് ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് അങ്ങ് കയറി പോവാണ് ചന്ദ്ര. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞിട്ട്, ഇങ്ങ് വാ മക്കളെ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് സച്ചിനെ രേവതിയും നേരെ മുറിയിലേക്ക് പറഞ്ഞു വിടും. ഇത് കണ്ടോണ്ട് നിൽക്കുന്ന സമയത്തിന് ശ്രുതിക്കും ഭയങ്കര അങ്ങ് ദേഷ്യം വരട്ടെ. ശ്രുതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇനിയും ഇവർ ഈ വീട്ടിൽ നിന്ന് പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. അന്നേരം ശ്രുതി പറഞ്ഞിട്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, അവർ സംസാരിച്ച് ഏതായാലും അച്ഛനെ അമ്മയങ്ങ് കയ്യിലെടുത്തു, അവരിനി എങ്ങോട്ടേക്കും പോകാനും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ശ്രുതിയും ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തിനായിരിക്കും. ശ്രീകാന്ത് എന്തായാലും വീണ്ടും ജോലിക്ക് കയറിയിട്ടുണ്ടാകും. ആ സമയത്തിൻ്റെ സ്റ്റാഫ് വന്ന് ചോദിക്കുന്നത്, അല്ല ശ്രീകാന്ത് നീ എന്താ ഇപ്പം തന്നെ ജോലിക്ക് കയറിയത്, നിൻ്റെ വീട്ടിലെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നീ തിരിച്ച് ജോലിക്ക് കയറുള്ളൂ എന്നൊക്കെ പറഞ്ഞല്ലോ എന്ന് ചോദിക്കും. ആ സമയത്തിന് ശ്രീകാന്ത് പറയുന്നത്, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. ശ്രീകാന്ത് അങ്ങനെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ശ്രീകാന്തിൻ്റെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, അയ്യോ സോറി ശ്രീകാന്ത്, എനിക്ക് ഏതായാലും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അല്ല നീ ഫംഗ്ഷൻ കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ടേക്ക് പോകുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രീകാന്ത് വളരെ വിഷമത്തോട് പറയുന്നുണ്ട്, എടാ ഒന്നുമില്ലടാ, ഫംഗ്ഷനും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അന്നേരം എന്ത് പറ്റടാ, എന്താ കാര്യമെന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രീകാന്ത് ഒന്നും തുറന്നു പറയുന്നില്ല. പരസ്പര ബന്ധമില്ലാതെ ആയിരിക്കട്ടോ ശ്രീകാന്ത് സംസാരിക്കുന്നത്. ഞാൻ കല്യാണം കഴിച്ചതൊക്കെ വെറുതെ, ഇനി ആരും കല്യാണം കഴിക്കരുത് എന്നൊക്കെ ആയിരിക്കും ശ്രീകാന്ത് വിഷമത്തോടു കൂടെ പറയുന്നത്. എന്നാലും എന്ത് പറ്റിയതാടാന്ന് ചോദിക്കുന്ന സമയത്തിന് അതൊക്കെ ഞാൻ പിന്നെ പറയാമെന്ന് പറയട്ടെ ശ്രീകാന്ത്. അപ്പോഴേക്കും വൈകിട്ട് വീട്ടിൽ പോകുന്നതിന് മുൻപേ തന്നെ പറയണമെന്ന് പറയുന്ന സമയത്തിന് ശ്രീകാന്ത് ചോദിക്കുന്നത്, ഏത് വീട്ടിലെന്ന് ചോദിക്കും. അപ്പോൾ നിൻ്റെ വീട്ടിലെന്ന് പറയുന്ന സമയത്തിന് ശ്രീകാന്ത് പറയുന്നത്, ഞാൻ വീട്ടിലേക്കൊന്നും പോകുന്നില്ല എന്ന് പറയും. അപ്പോൾ അതെന്താണ്, നീ വീട്ടുകാരുമായിട്ട് പ്രശ്നമാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രീകാന്ത് പറഞ്ഞിട്ട്, ഞാൻ എല്ലാവരുമായിട്ട് പ്രശ്നമാണ്, ഞാൻ ഇനി ഒരിക്കലും വീട്ടിലേക്ക് പോകുന്നില്ല. അന്നേരം കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, നീ വീട്ടിലേക്ക് പോകുന്നില്ലെങ്കിൽ പിന്നെ നീ എവിടെ താമസിക്കുമെന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇവിടെ വെയിറ്റേഴ്സൊക്കെ താമസിക്കുന്ന മുറിയില്ലേ, ഞാൻ ഇനി അവരുടെ കൂടെ അവിടെ താമസിച്ചോളാമെന്ന് പറയും. അന്നേരം കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, എടാ അത് ചെറിയ മുറിയല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രീകാന്ത് പറഞ്ഞത്, ചെറുതാണെങ്കിൽ എന്താ, മനസ്സമാധാനം ഉണ്ടായാൽ മതി, ഇനി ഏതായാലും ഞാൻ അവിടെയാണ് താമസിക്കാൻ പോകുന്നത് എന്നൊക്കെ മറുപടി കൊടുക്കും ശ്രീകാന്ത്. കാണിക്കുന്നത് ശ്രുതി ഇങ്ങനെ മീരയെ വിളിച്ച് സംസാരിക്കാണ്. മീര പറയുന്നുണ്ട്, ഹായ് ശ്രുതി, നിനക്ക് എന്തു ഭാഗ്യാടി. അന്നേരം ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്ത് ഭാഗ്യോ എനിക്കോ എന്ന് ചോദിക്കുന്ന സമയത്തിന് മീര പറയുന്നുണ്ട്, പിന്നല്ലാതെ നമ്മൾ ആ ഫംഗ്ഷൻ നടക്കുന്ന സമയത്തിന് എങ്ങനെയെങ്കിലും സച്ചിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്ലാനുകളൊക്കെ ചെയ്തു, പക്ഷേ ആ പ്ലാനൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല, നമ്മളൊന്നും വിചാരിക്കാത്ത മറ്റൊരു രീതിയിൽ വലിയ പ്രശ്നം തന്നെ നടന്നു. ഏതായാലും ആ ഫംഗ്ഷനിടയിൽ തന്നെ നിന്റെ വിഷയം എല്ലാവരും അങ്ങ് മറന്നു പോവുകയും ചെയ്തു. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് ശ്രുതി പറയുന്നുണ്ട്, അത് നീ പറഞ്ഞത് ശരിയാണ്, നമ്മൾ വിചാരിച്ചതിനേക്കാൾ വലിയ പ്രശ്നം തന്നെയാണ് നടന്നത്.
അന്നേരം മീര ചോദിക്കുന്നതിന് പിന്നെ വീട്ടിൽ അതിനെ പറ്റിയിട്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രുതി പറഞ്ഞിട്ട് ഇല്ല മീരെ, എൻ്റെ അച്ഛൻ്റെ കാര്യം ഇവിടെ എല്ലാവരും പിന്നെ മറന്നിരിക്കുകയാണ്. ഇപ്പോൾ സച്ചിയെ രേവതിയും ചീത്ത പറയുന്നതിൻ്റെ തിരക്കിലാണ് ആൻറ്റി. ഇനി എപ്പോഴാണ് ചോദിക്കാമെന്നൊന്നും അറിയത്തില്ല. ആൻറ്റിക്ക് ദേഷ്യം വന്നിട്ട് അവർ രണ്ടുപേരും വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ വരെ പോയി എന്ന് പറയുന്ന സമയത്തിന് മീര ചോദിക്കുന്നുണ്ട് ആഹാ, എന്നിട്ട് അവർ രണ്ടുപേരും വീട്ടിൽ നിന്ന് പോയോ എന്ന് ചോദിക്കും. അന്നേരം ശ്രുതി ചോദിക്കുന്നുണ്ട് എവിടെ പോവാൻ. അവരവിടെ നിന്നും പടിയിറങ്ങി പോവാൻ നോക്കുന്ന സമയത്തിന് അങ്കിൾ അങ്ങോട്ടേക്ക് വന്നിട്ട് അവരുടെ കൂടെ നിന്നു. അങ്കിൾ കൂടി അവരുടെ കൂടെ പോകുമെന്ന് പറഞ്ഞപ്പോഴേക്കും ആൻറ്റി അതങ്ങ് പിൻവലിച്ചു. ഞാനും ഒരുപാട് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ആ രേവതിയും സച്ചിയും ഇവിടെ നിന്നങ്ങ് ഇറങ്ങി പോകുമെന്ന്. അന്നേരം മീര ചോദിക്കുന്നുണ്ട് അല്ല, അന്ന് നീ നിന്റെ ആൻറ്റിയോട് പ്ലെയിൻ കയറി നിന്റെ അച്ഛൻ എന്നല്ലേ പറഞ്ഞത്. ഇനി ഒരു പക്ഷേ നിന്റെ അച്ഛനെ പറ്റിയിട്ട് ആൻറ്റി എങ്ങനെ ചോദിച്ചാൽ പിന്നെ നീ എന്ത് പറയും, മറുപടി പറയുമെന്നിങ്ങനെ മീര ചോദിക്കുന്ന സമയത്തിന് ശ്രുതിക്ക് ആകെ ടെൻഷനാവാണ്. എന്താണ് നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്, നീ എന്താ പറയാൻ പോകുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രുതി പറയുന്നുണ്ട് ആ സമയത്ത് എൻ്റെ വായിൽ എന്തെങ്കിലും മറുപടി പറയായിരിക്കും. ആ സമയത്ത് തോന്നുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊപ്പിക്കാമെന്ന് പറയാണ് ശ്രുതി. ഇവരിങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും രേവതി വന്നിട്ട് ശ്രുതി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് വിളിക്കുന്നത്. ആ സമയത്തിന് രേവതിയെ കാണുന്ന സമയത്ത് ശ്രുതി പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്തിട്ട് താഴേക്ക് പോവാണ്. അതിനുശേഷം രേവതി നേരെ താഴേക്ക് ചെന്ന് കൊണ്ടിട്ട് അച്ഛ വാ കഴിക്കാം, അമ്മേ വാ കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ അങ്ങനെ കഴിക്കാൻ വിളിക്കണേ. ആ സമയത്തൊക്കെ ചന്ദ്രമതി ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിരിങ്ങനെ നിൽക്കുമായിരിക്കും കേട്ടോ. രവീന്ദ്രൻ പറഞ്ഞിട്ട് വാ ചന്ദ്രൻ, നീ രാവിലെ പോലും ഒന്നും കാര്യമായിട്ട് കഴിച്ചിട്ടില്ലോ, വാ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ചന്ദ്രമതിയെ. അന്നേരം ചന്ദ്രമതി ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. ചന്ദ്രമതി പറഞ്ഞിട്ട് എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, നിങ്ങൾ ഏതായാലും പോയിട്ട് നല്ല സന്തോഷത്തോടെ അങ്ങ് വെട്ടി വിഴുങ്ങിക്കോ, എനിക്കൊന്നും വേണ്ട, എനിക്ക് ഭക്ഷണം കഴിക്കാനൊന്നും തോന്നുന്നില്ല, എനിക്ക് വിശപ്പൊന്നും ഇല്ല എന്ന് പറയാണ്. രവീന്ദ്രൻ പറഞ്ഞിട്ട് ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പരിഹരിക്കാം, പക്ഷേ വിശപ്പിൻ്റെ കാര്യം ഭക്ഷണം കഴിച്ചാൽ മാത്രമേ അത് പരിഹരിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നീ വാ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അന്നേരം രേവതിയും വിളിക്കുന്നുണ്ട് വാ അമ്മേ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ വിളിക്കുന്ന സമയത്തിന് ചന്ദ്രക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് രേവതിയെ വീണ്ടും അങ്ങ് വഴക്ക് പറയാണ്. എടി നീ എന്നെ കഴിക്കാനൊന്നും വിളിക്കണ്ട, എടി മര്യാദക്ക് നീ എൻ്റെ മുന്നിൽ നിന്ന് പോയിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രേവതിയോട് അങ്ങ് വഴക്ക് പറയുന്ന സമയത്തിന് രേവതിക്ക് അങ്ങ് സങ്കടാവും. അന്നേരം സച്ചി അത് കേൾക്കുമ്പോൾ പറയുന്നൊരു രേവതി നീ എന്തിനാ വെറുതെ അമ്മയൊക്കെ കഴിക്കാൻ വിളിക്കുന്നത്, നീ ഇങ്ങോട്ടേക്ക് വാ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ സച്ചി രേവതിയെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ്. അപ്പോഴും രവീന്ദ്രൻ ഇങ്ങനെ ചന്ദ്രമതിയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. ചന്ദ്രൻ നീ വാ നമുക്ക് ഭക്ഷണം കഴിക്കാം, ഭക്ഷണം കഴിച്ചാൽ തന്നെ പകുതി ആശ്വാസമാവും, ഭക്ഷണം കഴിച്ചാൽ തന്നെ ഈ ടെൻഷനൊക്കെ മാറും, നമുക്ക് ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ഇങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രമതി ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കുമായിരിക്കട്ടോ. ഏതായാലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അവിടെ വന്നിരിക്കുന്ന സമയത്ത് പോലും വാശിപ്പുറത്തായിരിക്കും ചന്ദ്രമതി ഒന്നും ഭക്ഷണം കഴിക്കാതെ അവിടെ നിൽക്കുന്നത്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു രവീന്ദ്രൻ പറഞ്ഞിട്ട് വാ ചന്ദ്രേ ഭക്ഷണം കഴിക്കടോ എന്ന് പറയുന്ന സമയത്തിനെ ചന്ദ്രമതി പറയുന്നിട്ട് വേണ്ട, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, എനിക്ക് കഴിക്കാനൊന്നും തോന്നുന്നില്ല, കഴിഞ്ഞ സംഭവങ്ങൾ നടന്ന സംഭവങ്ങളൊക്കെ ഓർത്തു നോക്കുന്ന സമയത്തിന് എനിക്കൊരു സിനിമ പോലെ തോന്നുന്നു എന്ന് പറയുന്ന സമയത്തിന് സച്ചി കളിയാക്കിക്കൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട് ആഹാ സിനിമ പോലെയോ, ഏത് സിനിമയാണ് തോന്നുന്നത് എന്നിങ്ങനെ സച്ചി ചോദിക്കുന്ന സമയത്തിന് രവീന്ദ്രൻ പറഞ്ഞിട്ട് എടാ മിണ്ടാതിരിക്കടാ ചുമ്മാതിരിക്കടാ, നീ വെറുതെ അമ്മയെ ഇനിയും കൂടി ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കല്ലേ എന്ന് പറയും. അന്നേരം ചന്ദ്രമതി സച്ചിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതിന് ഇവൻ കാരണം മനുഷ്യൻ്റെ മനസ്സമാധാനം പോയി, ഇപ്പോൾ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ സച്ചിയെ നോക്കിയിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് ചന്ദ്ര. അന്നേരം രവീന്ദ്രൻ ഇങ്ങനെ ചീത്ത പറയുന്നതിലൂടെ സച്ചിയോട് സച്ചി നീ ഒന്നും മിണ്ടാതിരിക്കുക, അമ്മ ഇപ്പോൾ ഏതാണ്ട് ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നതേ ഉള്ളൂ, അമ്മ ഭക്ഷണം കഴിക്കട്ടെ, നീ ഒന്നും മിണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് രവീന്ദ്രൻ ഇങ്ങനെ ചീത്ത പറയും. ശ്രുതി പറഞ്ഞിട്ട് ആൻറ്റി ഏതായാലും വന്നിരുന്ന് ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിച്ചാൽ പിന്നെ എല്ലാം റെഡിയാവും, എല്ലാം മാറും എന്നിങ്ങനെ പറയുന്ന സമയത്തിന് ചന്ദ്ര ചോദിക്കുന്നുണ്ട് ഇനി എന്ത് മാറാനാണ്, ഇനി എന്ത് റെഡിയാവാനാണ്, നമുക്ക് പോയേക്കുന്ന മാനവും അഭിമാനമൊക്കെ ഇനി എങ്ങനെ തിരിച്ചു വരും, നാട്ടുകാരുടെ മുന്നിലൊക്കെ ഇനി എങ്ങനെ തല ഉയർത്തി പിടിച്ച് നോക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പറ്റിയിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ നിർത്താതെ സംസാരിക്കുകയാണ് ചന്ദ്ര. അതിനുശേഷം ചന്ദ്രമതി നേരെ സച്ചിനെ നോക്കിയിട്ട് സച്ചിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. ഇവനെ പോലൊരു മോന് വീട്ടിലുള്ള സമയത്ത് ഒരിക്കലും ഈ വീട്ടിൽ ആർക്കും ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല, നാട്ടുകാരുടെ മുന്നിലൊക്കെ ഞാൻ ആകെ നാണം കിട്ടു, പക്ഷേ ഒരു കാര്യമുണ്ട് ശ്രുതി, നിന്റെ അച്ഛൻ ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തില്ലല്ലോ എന്നിങ്ങനെ ചന്ദ്രമതി ചോദിക്കുന്ന സമയത്തിന് പെട്ടെന്ന് ശ്രുതിക്കൊരു ഷോക്കായിരിക്കും. തൻ്റെ അച്ഛൻ്റെ കാര്യമെല്ലാം തന്നെ ചന്ദ്രമതി മറന്നു എന്നായിരിക്കട്ടെ ശ്രുതി ചിന്തിച്ചേക്കുന്നത്. എന്നിട്ട് വീണ്ടും അച്ഛൻ്റെ കാര്യം ചോദിക്കുന്ന സമയത്തിന് ശ്രുതി ആകെ അങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. ചന്ദ്രമതി പറഞ്ഞിട്ട് നല്ല കാര്യം ഏതായാലും നിന്റെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വരാത്തത്, അല്ലെങ്കിൽ പിന്നെ മലേഷ്യക്കാരൻ അച്ഛൻ്റെ മുന്നിൽ പോലും നമ്മൾ അങ്ങ് നാണം കെട്ടേനെ. അദ്ദേഹം പിന്നെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് വളരെയധികം വിഷമത്തോടു കൂടി തന്നെ മലേഷ്യയിലേക്ക് തിരിച്ചു പോവേണ്ടി വന്നേനെ എന്നൊക്കെ പറയട്ടോ ചന്ദ്ര. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് ശ്രുതിക്ക് ചെറുതായിട്ടൊന്ന് ആശ്വാസമാവുന്നുണ്ട്. ചന്ദ്രമതി വീണ്ടും പറഞ്ഞിട്ട് മറ്റുള്ളവരെ പോലെയൊന്നുമല്ല, ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവന്ന 2 മരുമക്കളും പണക്കാരുടെ വീട്ടിലെ മരുമക്കളാണ് എന്ന് പറയാണ് ചന്ദ്ര. അന്നേരം സച്ചി ചോദിക്കുന്നത് അച്ഛാ ഈ പാർലർ ഏട്ടത്തിയെ മാത്രമല്ലേ അമ്മ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നത്, പക്ഷേ ശ്രീകാന്ത് ഏതായാലും ഒളിച്ചോടി പോയി കെട്ടിയതല്ലേ എന്ന് ചോദിക്കും. അമ്മ പറഞ്ഞത് കേട്ടാ തോന്നും, അമ്മ പറഞ്ഞിട്ടാണ് ശ്രീകാന്ത് ഒളിച്ചോടിയതെന്ന് തോന്നുമെന്ന് പറയുന്ന സമയത്തിന് രവീന്ദ്രൻ പറഞ്ഞിട്ട് എടാ സച്ചി നീ ഒന്നും മിണ്ടാതിരിക്കടാ, നീ ഇങ്ങനെ പറയല്ലേ എന്ന് പറയുന്ന സമയത്തിന് ചന്ദ്രമതി പറഞ്ഞിട്ട് അവന് പറഞ്ഞോട്ടെ, അവൻ നിർത്താതെ എന്താന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ തന്നെ അവൻ കാരണം ഈ നാട്ടുകാരുടെ മുന്നിലൊക്കെ ഞാൻ ആകെ നാണം കിട്ടുപോയി. അന്നേരം ശ്രുതി പറഞ്ഞിട്ട് ആൻറ്റി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കില്ലേ, ആൻറ്റി ആദ്യം ഭക്ഷണം കഴിക്ക്,
ഏതായാലും ഒരു വിധത്തിൽ ചന്ദ്രമതി ഏതായാലും ഭക്ഷണം വിളമ്പിയിട്ട് ഇങ്ങനെ കഴിക്കാൻ നോക്കുമായിരിക്കട്ടെ. പെട്ടെന്നായിരിക്കും ശ്രുതിയുടെ അച്ഛൻ്റെ കാര്യം ചന്ദ്രമതിക്ക് ഓർമ്മ വരുന്നത്. എന്നിട്ട് ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി, നിന്റെ അച്ഛൻ എവിടെ? നിന്റെ അച്ഛൻ ഫംഗ്ഷൻ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരുമെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് നിന്റെ അച്ഛനെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രുതിക്കൊരു ഞെട്ടലായിരിക്കും. ചന്ദ്രമതി അച്ഛൻ്റെ കാര്യം മറന്നു എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെ ശ്രുതി ആകെ ആശ്വാസത്തിലിരിക്കുമായിരിക്കും. വീണ്ടും ചന്ദ്രമതി അച്ഛൻ്റെ കാര്യം ചോദിക്കുന്ന സമയത്തിന് ശ്രുതിക്ക് എന്ത് മറുപടി പറയണമെന്നറിയില്ല. അങ്ങനെ ചന്ദ്രമതിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ആകെ പേടിച്ച് വിറച്ച് നിൽക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഇനി ഏതായാലും ശ്രുതി എന്തൊക്കെ കള്ളത്തരങ്ങളാണ് പറയാൻ പോകുന്നത് എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.